2026 ലെൻറ്റിൻ്റെ സമയമാണല്ലോ ഇത്. ഈ സമയങ്ങളിൽ നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ശുദ്ധീകരണത്തിനും ട്രാൻസ്ഫോർമേഷനും വേണ്ടിയുള്ള സമയമാണ്. ദൈവപഠനത്തിലൂടെയും ദൈവവചനം നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവിനെ കൂടുതലായി മനസ്സിലാക്കുവാനും ആ വെളിച്ചത്തിലൂടെ നടക്കുവാനും നമുക്ക് സഹായിക്കും. അതിൻ്റെ ഭാഗമായിട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഇന്നത്തെ സബ്ജക്റ്റിൽ നിങ്ങളോട് ചെറിയൊരു ടോക്ക്, അതുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു ടോക്ക് നിങ്ങൾക്ക് തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾക്കെല്ലാം കണ്ണുണ്ട്, കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അന്ധനാണെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കില്ല, പക്ഷേ കണ്ണുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ കാണുന്നത് സത്യമാണെന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്. ഇനിയും ആരും അത് തിരിച്ചു പറയാൻ പാടില്ല. നിങ്ങളെല്ലാം സമ്മതിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് സമ്മതിച്ചിരിക്കുന്നു. കർത്താവ് നമ്മളോട് എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ജോണിൻ്റെ പുസ്തകം 9-ാം അധ്യായം 41-ാം വാക്യം നമുക്ക് വായിക്കാം. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 9 വേഴ്സസ് 41. അതിലിങ്ങനെ പറയുന്നു: ഇഫ് യു ആർ ബ്ലൈൻഡ്, യു ആർ നോട്ട് ഗിൽറ്റി ഓഫ് സിൻ, ബട്ട് നൗ ദാറ്റ് യു ക്ലെയിം that you can see, your guilt remains. Now that you claim that you can see, your guilt remains. ഇനി ആർക്കെങ്കിലും ഞാൻ കാണുന്നുണ്ട് എന്ന് പറയാൻ താല്പര്യമുണ്ടോ? കർത്താവ് വിധി പറഞ്ഞിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, നിനക്ക് കണ്ണുണ്ട്, ആ കണ്ണുകൊണ്ട് നീ കാണുന്നു എന്ന് നീ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ നിന്നിൽ കുറ്റം നിൽക്കുന്നു എന്ന് കർത്താവ് വിധി പറഞ്ഞിരിക്കുന്നു. കർത്താവ് നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ പണിഷ്മെൻറ്റ്, ക്വാണ്ടം ഓഫ് പണിഷ്മെൻറ്റ് എത്രയാണെന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ കർത്താവ് പറഞ്ഞു, നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നു എന്ന് നമ്മൾ അവകാശപ്പെട്ടാൽ അത് തീർച്ചയായിട്ടും നമ്മൾ കുറ്റക്കാരാണ് എന്ന് കർത്താവ് വിധിച്ചിരിക്കുന്നു. കർത്താവ് ഇത് എന്ത് കോണ്ടസ്റ്റിലാണ് പറഞ്ഞതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ജോണിൻ്റെ പുസ്തകത്തിൽ തന്നെ, വിശുദ്ധ യോഹന്നാൻ്റെ ഈ ലേഖനത്തിൽ തന്നെ നമുക്ക് കാണാം. കർത്താവ് ഇത് പറഞ്ഞതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനാകുന്നു രക്ഷിതാവ്, എന്നിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ. ഞാനാകുന്നു ലോകത്തിൻ്റെ വെളിച്ചം. ഐ ആം ദ ലൈറ്റ്. ദോസ് ഹു വാക്ക് വിത്ത് മീ ഡു നോട്ട് വാക്ക് ഇൻ ദ ഡാർക്ക്നെസ്. ഐ ആം ദ മെസ്സയ എന്നൊക്കെ കർത്താവ് വിളിച്ചു പറഞ്ഞെങ്കിലും കൂടെ നിൽക്കുന്നതായിട്ടുള്ള ജനം, സദൂക്യരും പരീശന്മാരും ചേർന്നിട്ടുള്ള ജനം കർത്താവിനെ വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല, കർത്താവിനെ അവർ തള്ളിപ്പറയുക മാത്രമല്ല ചെയ്തത്, കർത്താവിനെ അവർ ഹ്യൂമിലിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ആ കോണ്ടസ്റ്റ് നിങ്ങൾക്ക് വായിച്ചാൽ ശരിക്കും മനസ്സിലാവും. ഇറ്റ് വാസ് എൻ ഹ്യൂമിലിയേഷൻ ടു ഹിം. എന്തോ പറഞ്ഞത്? നീ ദൈവപുത്രനൊന്നുമല്ല, നീ ഒരു മനുഷ്യനാണ്. You are a human being and we don't want to follow a human being. If I follow a human being, I become a slave to a human being. ഞാനൊരു സ്ലേവറിക്ക് അടിമയാകാൻ തയ്യാറില്ല എന്നാണ് ആ പരീശന്മാർ കർത്താവിനെ ആക്ച്വലി ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞു, നീ വിശ്വസിച്ചില്ല എങ്കിൽ വിശ്വസിക്കണ്ട, പക്ഷേ യു ആർ എ പേഴ്സൺ ഹൂ ഈസ് സ്ലേവ് ടു സിൻ. ദേഷ്യമില്ലാതെ വളരെ ശാന്തതയോട് കർത്താവ് അവരുടെ നേർക്ക് നോക്കി. ഇതിലപ്പുറമായിട്ടൊരു ആൻസർ പറയാൻ ആർക്കും സാധിക്കത്തില്ല. ദാറ്റ് ഈസ് എ ഫാൻറ്റാസ്റ്റിക് ആൻസർ ഹീ ഗേവ് ടു ദി പാർസീസ് ആൻഡ് ദി സദൂക്കീസ്. എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? നമുക്ക് കണ്ണുണ്ട്, പക്ഷെ നമുക്ക് കാണുന്നത് ശരിയായിട്ട് കാണുന്നില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. കണ്ണുണ്ടായിട്ടും നീ കാണുന്നില്ല, ചെവിയുണ്ടായിട്ടും നീ കേൾക്കുന്നില്ല. ഞാൻ വന്നപ്പോൾ നീ എന്നെ അറിഞ്ഞില്ല, എനിക്ക് വിശന്നപ്പോൾ നീ എനിക്ക് ആഹാരം തന്നില്ല, എനിക്ക് ദാഹിച്ചപ്പോൾ നീ എനിക്ക് വെള്ളം തന്നില്ല, ഞാൻ നഗ്നനായിരുന്നപ്പോൾ എന്നെ ഉടുപ്പിച്ചില്ല,
എന്നൊക്കെ കർത്താവ് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ ഈ ഇങ്ങനെ വന്നതായിട്ടുള്ള ഒരു ജനത്തെ അല്ലെങ്കിൽ മനുഷ്യനെ കാണാനായിട്ട് നമുക്ക് സാധിച്ചില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നുള്ളൂ എന്നാണ് കർത്താവ് പറഞ്ഞത്. ഞാൻ നിങ്ങളോട് ഒരു സത്യം പറയാം. അതായത് ക്രിസ്തു നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ, ക്രിസ്തീയമായ പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഞാനാവുന്നു ദി ലൈറ്റ്, ഐ ആം ദി ലൈറ്റ് എന്ന് കർത്താവ് പറയുന്നുണ്ടല്ലോ. ആ ലൈറ്റ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കണ്ണുകൾ പ്രകാശിക്കും. ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നത് എപ്പോഴും ഫിസിക്സ് വെച്ചിട്ട് പറയുമ്പോൾ വസ്തുവിൽ നിന്നുള്ള ലൈറ്റ് നമ്മുടെ കണ്ണിൽ പതിക്കുകയോ അല്ലെങ്കിൽ നമ്മളുടെ കണ്ണിൽ നിന്നുള്ളൊരു പ്രകാശം വസ്തുവിൽ തട്ടി പ്രതിഫലിച്ച് നമ്മുടെ കണ്ണിൽ വരികയോ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ വസ്തുവിനെ കാണുന്നത്. അതാണ് ഫിസിക്സ്. അപ്പോൾ ഈ അന്ധകാരത്തിൽ നമ്മളുടെ കയ്യിൽ നമ്മുടെ കണ്ണുകൾ പ്രകാശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അന്ധകാരത്തെ മാറ്റുവാൻ സാധിക്കും. അവിടെ ഇരിക്കുന്നതായിട്ടുള്ള വസ്തുക്കളെ കാണുവാൻ സാധിക്കും. കൂടുതൽ സത്യങ്ങളെ അറിയുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിനൊരു വലിയ എക്സാമ്പിൾ നമ്മുടെ ബൈബിളിൽ തന്നെയുണ്ട്. ബർത്തിമോ എന്ന ഒരു ബ്ലൈൻഡ് മനുഷ്യന് കർത്താവ് ജെറിക്കോയിലേക്ക് നടന്നു പോകുന്ന സമയത്ത് കർത്താവിൻ്റെ കൂടെ ഒരുപാട് പേരുണ്ട്. അവരെല്ലാം കർത്താവിൻ്റെ മഹത്വങ്ങൾ കാണുവാനും അത്ഭുതങ്ങൾ കാണുവാനും കർത്താവിനെ വിശ്വസിക്കാത്തവരുമായിട്ടുള്ള ഒരു ജനം കൂടെ പോകുന്നുണ്ട്. കർത്താവിനെ നന്നായിട്ട് കാണുകയും കർത്താവിൻ്റെ കാര്യങ്ങൾ അറിയുകയും ഉപദേശങ്ങൾ കേൾക്കുകയും ചെയ്തതായിട്ടുള്ള മനുഷ്യരാണ്. അങ്ങനെ പോകുമ്പോൾ കണ്ണ് കാണാത്തതായിട്ടുള്ള ഈ വ്യക്തമായി ഈ കർത്താവ് വരുന്നുണ്ട്, ഈ മനുഷ്യന് കണ്ണിന് കാഴ്ച കൊടുക്കാൻ സാധിക്കുമെന്ന് മനസ്സുകൊണ്ട് മനസ്സിലാക്കിയതായിട്ടുള്ള ഈ മനുഷ്യൻ അവിടെ നിന്ന് ഉച്ചത്തിൽ വിളിക്കുകയാണ്, കർത്താവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന്. ഒരു വലിയൊരു ആർത്തനാദമാണ് അത് വരുന്നത്. എന്നാൽ ഈ സ്വരം അവിടെ കൂടെ നടന്നുപോയ കർത്താവിൻ്റെ കൂടെ പോയിട്ടുള്ള മനുഷ്യർക്ക് കേൾക്കുവാനോ അല്ലെങ്കിൽ ആ സ്വരത്തിൻ്റെതായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കുവാനോ സാധിച്ചില്ല. അതിന് പകരം അവനെ ശാസിക്കുകയോ ചെയ്യുന്നത്, പ്ലീസ് കീപ് ക്വയറ്റ് ബിക്കോസ് ജീസസ് ഈസ് പാസിങ് ത്രൂ ദിസ് പ്ലേസ്. അവൻ പിന്നെയും ശബ്ദത്തിൽ വിളിച്ചു പറയുകയാണ്, കർത്താവെ എന്നോട് കരുണ തോന്നണമേ. കർത്താവ് അവൻ്റെ മുമ്പിൽ വന്നിട്ട് കർത്താവ് കേട്ടു അവൻ്റെ ശബ്ദം, അവിടെ നിന്നു അവനെ സൗഖ്യമാക്കി. അതാണ് കർത്താവ് പറയുന്നത്. കർത്താവിൻ്റെ കൂടെ നടന്നിട്ടും കർത്താവിൻ്റെ ഉപദേശങ്ങൾ കേട്ടിട്ടും അത് കേൾക്കേണ്ടതായിട്ടുള്ള ശബ്ദം നമ്മൾ കേൾക്കാതെ പോകുന്നു, കാണേണ്ടതായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കാണാതെ പോകുന്നു. അതാണ് കർത്താവ് പറഞ്ഞത്, നിൻ്റെ കൺകുണ്ടായിട്ടും നീ കാണുന്നില്ല എന്ന്. കണ്ണുണ്ടായിട്ടും നീ കാണുന്നു എന്ന് അവകാശപ്പെട്ടെങ്കിൽ നീ തെറ്റുകാരനാണെന്ന് കർത്താവ് പറയുന്നത്. മറ്റൊരു എക്സാമ്പിളൂടെ ഞാൻ നിങ്ങളോട് പറയാം. അതായത് ഞാൻ സാധാരണ എടുക്കുന്നതായിട്ടുള്ള ഒരു എക്സാമ്പിൾ തന്നെയാണ് ഈ 3 പിൻ പ്ലഗ്. ഈ 3 പിൻ പ്ലഗിൽ ഒരു നല്ലതാണോ ഇല്ലയോ എന്നറിയുന്നത് ഒരു സാധാരണ മനുഷ്യനോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ISA മാർക്കുണ്ടോ ഇല്ലയോ എന്ന് പറയും. എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു 2-3 കാര്യങ്ങൾ പറയാം. ടെക്നിക്കലായിട്ട് അതിൽ 10-30 സത്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. 10-30 സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് നമ്മളതിൽ ചേർത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതൊന്നും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു സിമ്പിളായിട്ടുള്ള 3 കാര്യങ്ങൾ. ഒന്ന്, അതിലൊരു എർത്ത് പിന്നുണ്ട്. ആ എർത്ത് പിന്നാണ് വലുതും നീളമുള്ളത്. അത് നീളമുള്ളതാക്കുന്നത് എപ്പോഴും നമ്മൾ സോക്കറ്റിലേക്ക് പ്ലഗ് ചെയ്യുമ്പം അതാണ് ഫസ്റ്റ് ഇൻസെർട്ട് ആവുന്നത്. അതുകൊണ്ട് നമ്മൾ ഷോക്ക് അടിക്കാതിരിക്കാൻ ഒരു ഫോൾട്ടി ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എർത്തിലേക്ക് പാസ് ചെയ്യും. വലുതായിരിക്കുന്നതിൻ്റെ റീസണ് അത് റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയാണ്. അത് റെസിസ്റ്റൻ്റെ ഒരു ഫോർമുലയുണ്ട്, R=ρ×L/A. അപ്പോൾ ഏരിയ കൂടുമ്പം റെസിസ്റ്റൻസ് കുറയും. കറണ്ട് എപ്പോഴും റെസിസ്റ്റൻസ് കുറഞ്ഞതായിട്ടുള്ള വഴിയിൽ കൂടെയാണ് പോകുന്നത്. അതിനുവേണ്ടിയാണ് അതിനെ വണ്ണം കൂട്ടി വെച്ചിരിക്കുന്നത്. ഇനി അപ്പോൾ ഒരു നല്ല പ്ലഗിൽ എപ്പോഴും എർത്ത് പിന്നിന് നീളം കൂടുതലും വണ്ണം കൂടുതലുമായിരിക്കും. അതുപോലെ തന്നെ ഈ പ്ലഗ് ഓപ്പൺ ചെയ്യാനുള്ള സ്ക്രൂ എപ്പോഴും പ്ലഗിൻ്റെ ഇൻസൈഡാണ്. എന്തിനു വേണ്ടിയാണെന്നറിയൂ? പ്ലഗ് ലൈവായിരിക്കുമ്പോൾ ആരും അത് ഓപ്പൺ ചെയ്യാൻ പാടില്ല. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അതങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മേളിൽ ഒരു ചെറിയ ഹോൾ ഉണ്ടാവും. നമ്മൾ മനഃപൂർവ്വമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഹോളാണത്. എന്തിനു വേണ്ടിയാണെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കും. ഹൈ പവറായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സിൽ ഈ പ്ലഗ് ഉപയോഗിക്കുമ്പോൾ വയർ ഹീറ്റഡ് അപ്പ് ആവും, പിന്ന് ഹീറ്റഡ് അപ്പ് ആവും. അങ്ങനെ പിൻ ഹീറ്റഡ് അപ്പ് ആവുമ്പം ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് മുകളിൽ ഈ പിന്ന് ഹീറ്റഡ് അപ്പ് ആയാൽ അതിന് ചുറ്റുമുള്ള മെറ്റീരിയൽ ഹീറ്റഡ് അപ്പ് ആവും, സോഫ്റ്റ് ആവും,
അപ്പം പിന്നെ പ്ലഗ് ഊരിയെടുക്കുമ്പോൾ ഒരു പക്ഷേ പ്ലഗിൻ്റെ പിൻസ് സെപ്പറേറ്റായിട്ട് അവിടെ ഇരിക്കുകയും അത് കൂടുതൽ ഡേഞ്ചറസ് സിറ്റുവേഷൻസിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിലുപയോഗിക്കുന്നതായിട്ടുള്ള മെറ്റീരിയൽസ്, അതിന് ഒരുപാട് ഡിസൈൻസ്, അതായത് പിന്നിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ വിള്ളലുണ്ടാവും. ഇപ്പോൾ ഇൻ്റർചേഞ്ചബിലിറ്റി, നോൺ ഇൻ്റർചേഞ്ചബിലിറ്റി, അങ്ങനെയുള്ള ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിയുമ്പം ഒരു പിന്ന് കാണുമ്പോൾ ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരും. അപ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ നല്ലതാണോ ഇല്ലയോ എന്നുള്ള ഈസി ആയിട്ട് തിരിച്ചറിയാൻ സാധിക്കും. ഇതാണ് സത്യം. അതായത് ക്രിസ്തുവാകുന്ന ലൈറ്റ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ, പൂർണ്ണമായി നിങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ, നിങ്ങളുടെ കണ്ണുകൊണ്ട് പ്രകാശിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രകാശിക്കുമ്പോൾ സത്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇരുട്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോകും. അതാണ് ആക്ച്വലി ഈ സ്റ്റേറ്റ് ഓഫ് ഡിസേൺമെൻ്റ് എന്ന് പറയുന്നത്. കർത്താവ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അതായത് നമ്മൾ ശരിയായിട്ട് കാണുവാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ ഒരു വ്യത്യാസം വരും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്മകൾ കാണുവാനും നന്മ ചെയ്യുന്നവരെ കാണുവാനും നന്മ ചെയ്യേണ്ടതായിട്ടുള്ള അവസരങ്ങൾ കാണുവാനുള്ള കഴിവ് നമുക്ക് തരും. പലപ്പോഴും ഈ ലൈറ്റ് നമ്മുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ ഈ നന്മ ചെയ്യുവാനുള്ള അവസരത്തിൽ നിന്ന് ഓടിപ്പോകുന്നതായിട്ടൊരവസ്ഥയാണ്. പക്ഷേ നന്മ ചെയ്യുവാനുള്ള ഒരു അവസരം നമ്മൾ കാണുകയും അതിനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഈ കണ്ണ് ആത്മീയമായിട്ട് തുറക്കപ്പെടുമ്പോഴാണ്. അപ്പം നമ്മളിൽ നിന്ന് തീർച്ചയായിട്ടും അതിനുള്ള ആക്ഷൻ വരണം. അതായത് നോട്ട് ഓൺലി ഓപ്പണിംഗ് ഓഫ് ദി ഐസ്, ദി ആക്ഷൻ ഷുഡ് ഫോളോ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദാറ്റ്. ദെൻ ഓൺലി ആക്ച്വലി ഇറ്റ് ബിക്കംസ് എ കംപ്ലീറ്റ് സൈറ്റ്. അതാണ് കർത്താവ് നമ്മളോട് മറ്റൊരു എക്സാമ്പിളിലൂടെ കാണിച്ചു തരുന്നത്. അതായത് പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ കർത്താവ് ഒരു വീട്ടിനകത്ത് നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനാൽ ആ മനുഷ്യൻ സൗഖ്യപ്പെടുമെന്ന് മനസ്സിലാക്കിയിട്ടുള്ള 4 പേര് കർത്താവിൻ്റെ അടുത്തേക്ക് അവനെ കൊണ്ടുവരാൻ പറ്റാഞ്ഞിട്ട് മേൽക്കൂര പൊളിച്ച് അവനെ കയറിൽ കയറിൽ കെട്ടി താഴോട്ട് ഇറക്കുവാണ് കർത്താവിൻ്റെ മുമ്പിൽ. അവരെ ആരും കർത്താവ് വഴക്കൊന്നും പറഞ്ഞില്ല, ഇൻറ്ററപ്റ്റ് ചെയ്തതിന്, അല്ലെങ്കിൽ മേൽക്കൂര പൊളിച്ചതിന് ആരും ആ ഓണറും വഴക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ നമ്മൾ കാണുന്നതായിട്ടുള്ള ഒരു പ്രധാനമായിട്ടുള്ളൊരു ഭാഗം, ആ മനുഷ്യർ കണ്ണുണ്ടായിരുന്നതായിട്ടുള്ള 4 മനുഷ്യരാണ്. അവരുടെ ആക്ഷൻസ്, അവൻ്റെ ആവശ്യം അവർ കണ്ട്, ആ ആവശ്യം കർത്താവിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ സൗഖ്യമാകുമെന്നുള്ള അവരുടെ വിശ്വാസം, അതുതന്നെയാണ് അവിടെ നമ്മൾ ആ എക്സാമ്പിളിലൂടെ കാണുന്നത്. മാത്യു 9-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാവുന്നതാണ്. ഈ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ കംപ്ലീറ്റായിട്ട് ട്രാൻസ്ഫോർമേഷൻ വന്നു കഴിയുമ്പോൾ മറ്റൊന്നുകൂടി നമ്മൾ പറയും. അതായത് കർത്താവ് മറ്റൊരു കുരുടനെ സൗഖ്യമാക്കുന്നുണ്ട്. ഈ കുരുടനെ സൗഖ്യമാക്കുമ്പം അവൻ്റെ കണ്ണിൽ ഒരു ചേറൊക്കെ തേച്ചത് ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ അതൊരു പക്ഷേ ഇന്ന് നമ്മൾ കണ്ണാശുപത്രിയിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഡയലേറ്റ് ചെയ്യാനായിട്ടൊരു മരുന്ന് ഒഴിക്കും. അതായിരിക്കും കർത്താവ് ഈ ചേറ് തേച്ച് വെച്ച് ഡയലേറ്റ് ചെയ്തിട്ട് അവനെ സൗഖ്യമാക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ഒരു പക്ഷേ അതിനിപ്പോൾ ആത്മീയമായിട്ടുള്ള പല എക്സ്പ്ലനേഷൻസും വേറെയുണ്ട്. ഈ സൗഖ്യമാക്കിയ മനുഷ്യന് അവനെ സൊസൈറ്റിയിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് വീണ്ടും അവന് ഒരു വേരിഫിക്കേഷന് ആവശ്യമുണ്ട്. അതിനുവേണ്ടി അവൻ ചർച്ചിൽ ചെന്നിട്ട് അവന് എല്ലാവരോടും പറഞ്ഞു, എനിക്ക് കണ്ണില്ലായിരുന്നു, ഞാൻ അന്ധനായിരുന്നു, നിങ്ങൾ എന്നെ അന്ധനായിട്ട് കണക്ക് കൂട്ടിയിരുന്നു, ഇന്നു മുതൽ നിങ്ങൾ എന്നെ കണ്ണ് കാണുന്നവനായിട്ട് കണക്ക് കൂട്ടണമെന്ന് പറയുകയാണ്. അപ്പോൾ അവനെ ആരെ സൗഖ്യമാക്കിയെന്ന് പറഞ്ഞപ്പം കർത്താവായ യേശുക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറായില്ല. കർത്താവായ യേശുക്രിസ്തു ഇങ്ങനൊരു അത്ഭുതം കാണിച്ചു മിശികയാണെന്ന് അവരുടെ വാവുകൊണ്ട് പറയാൻ അവർ താല്പര്യപ്പെട്ടില്ല. അതിനുവേണ്ടി ഒത്തിരി സാക്ഷികളെ മറിച്ചും അവർ കൊണ്ടുവന്ന് ചെയ്യുന്നുണ്ട്. പക്ഷേ അവസാനം ഈ കുരുടൻ പറയുന്നതായിട്ടുള്ളൊരു സെൻറ്റൻസ് ഉണ്ട്, എന്നെ വളരെ ശക്തമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു സെൻറ്റൻസാണ്. ഈ സെൻറ്റൻസ് ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ അറിയാതെ പറഞ്ഞു പോയിട്ടുള്ള ഒരു സെൻറ്റൻസാണ്. അതായത് അവൻ പറഞ്ഞതായിട്ടുള്ള സെൻറ്റൻസ് ഒരു പക്ഷേ പലയിടങ്ങളിൽ നമുക്ക് കാണാം. പീറ്റർ ഒരു സമയത്ത് പറയുന്നുണ്ട്, തോമസ് ലീഗ ആക്ച്വലി കർത്താവിനെ കാണുമ്പോൾ പറയുന്നുണ്ട്. അതെല്ലാം വേറെ സെൻറ്റൻസാണ്. പക്ഷേ ഇവൻ പറയുന്നതായിട്ടുള്ള സെൻറ്റൻസ് ഇതാണ്, I know I was blind, but now I know
I can see. I was blind, but now I see. I know one thing. I was blind, now I see. 9-ാം അധ്യായം, അത് യോഹന്നാൻ്റെ പുസ്തകം 9-ാം അധ്യായം 25 ഈ സെൻറ്റൻസ് പ്രത്യേകമായി പറയുന്നുണ്ട്. നമ്മൾ ഈ ജീവിതത്തിൽ ഈ അനുഭവങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ഇത് വീണ്ടും വീണ്ടും പറയും. അതായത് ഐ നോ ഐ വാസ് ബ്ലൈൻഡ് ആൻഡ് നൗ ഐ സീ. ഈ കണ്ണുകൾ തുറക്കപ്പെടുന്നത് ഒറ്റ സമയം കൊണ്ട് നടക്കുന്നതല്ല. പല സമയങ്ങളിൽ ഈ കണ്ണുകൾ വീണ്ടും വീണ്ടും തുറക്കപ്പെടും. അപ്പോഴൊക്കെ നമ്മുടെ സൈറ്റ് കൂടിക്കൂടി വരും. പണ്ട് കാണാത്തതായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടതായിട്ട് വരും. ഇനിയും നമ്മുടെ കണ്ണുകളുടെ കാഴ്ച പൂർണ്ണമാകത്തില്ല. നമ്മൾ മരിക്കുന്നിടം വരെയും ഈ പ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കും, ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോഴൊക്കെ നമ്മൾ കാണാത്തതായിട്ട്, നമ്മൾ ചെയ്യേണ്ടതായിരുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും. അതാണ് അപ്പോഴൊക്കെ നമ്മൾ പറയും ഐ നോ ഐ വാസ് ബ്ലൈൻഡ്, നൗ ഐ സീ. ഈ ലെൻറ്റിൻ്റെ സമയത്ത് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിച്ചത് 4 കാര്യങ്ങളാണ്. കർത്താവിനെ കൂടുതലായിട്ട് ഉൾക്കൊള്ളുക, നിങ്ങളിൽ നിന്ന് പ്രകാശം പുറപ്പെടുവിക്കട്ടെ, ഈ പ്രകാശത്തിൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെട്ടിട്ട് ഈ കണ്ണുകൾ തുറക്കുകയും നിങ്ങൾ കാണുകയും ചെയ്യുമ്പോൾ നന്മകൾ കാണുകയും നന്മ ചെയ്യുവാനുള്ള അവസരങ്ങൾ കാണുകയും തിന്മയെ നിങ്ങൾ കാണാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ മാറട്ടെ. അതനുസരിച്ചിട്ട് നിങ്ങളുടെ ആക്ഷൻസ്, അതിനനുസരിച്ച് നിങ്ങളുടെ പ്രവൃത്തികൾ മാറട്ടെ. അങ്ങനെ നിങ്ങൾ വീണ്ടും വീണ്ടും കർത്താവിൻ്റെ മുമ്പിൽ വിറ്റ്നസ് ചെയ്യുവാനായിട്ട്, നിങ്ങൾ തന്നെ കണ്ണുകൾ അടച്ചിട്ട് തീർച്ചയായിട്ടും പറയുവാൻ ഐ വാസ് ബ്ലൈൻഡ്, നൗ ഐ സീ എന്ന് പറയുവാൻ, പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. താങ്ക് യു വെരി മച്ച്.